സൈക്കോളജിയിൽ ആത്മാവിനെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? The soul is the deepest and most profound part of our being. നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറമുള്ള സം കൈൻഡ് ഓഫ് ബിഹേവിയർ. സാർ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രേതം, ആത്മാവ്, വിശ്വാസം, ഇതിനൊരു ഉത്തരമല്ല വേണ്ടുന്നത്. മേ ഐ ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ ടു യു? ഡു യു ബിലീവ് ഇൻ സ്പിരിറ്റ്? ഇൻഫാക്ട് നോ. നമ്മുടെ പൂർവികർ പല ആവശ്യങ്ങൾക്കായി ചെയ്ത തമാശ, വെറും കെട്ടുകഥ. ശരിയാണ്. ചെറുപ്പത്തിൽ നമ്മളെ ഭയപ്പെടുത്തിയ മുത്തശ്ശി കഥകൾ മാത്രമാണതെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കും ഇഷ്ടം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ റോങ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടോ? ആൻഡ് ദാറ്റ് ഫീലിംഗ് മേഡ് മീ ഹിയർ. സോ യു ബിലീവ് ഇൻ ദാറ്റ് ഫീലിംഗ്? 4 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കേസാ. കൊല്ലത്ത് 6 വയസ്സുകാരിയുടെ മൃതദേഹം അടുത്തുള്ള ആറ്റിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തി. ആൻഡ് സം ഓഫ് ദ സ്റ്റോറീസ് സ്പോട്ടഡ് എ സെൻസ് ഓഫ് സ്പിരിറ്റ് ഇൻ ഇറ്റ്. Come on sir, what a nonsense. ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു അത്. എൻ്റെ ഫ്രണ്ട് SI അജിത് ലാൽ ഒരു കേസ് ഡിസ്കസ് ചെയ്തു. 3 വർഷങ്ങൾക്കിപ്പുറവും ആ കേസ് ഓർത്തിരിക്കാൻ 2 കാരണങ്ങളുണ്ട്. ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസ് ഐ എവർ വിറ്റ്നസ്ഡ് ആൻഡ് ഇറ്റ് വാസ് ക്ലോസ്ലി കണക്റ്റഡ് ടു മീ. അല്ല, എന്തായിരുന്നു ആ കേസ്? തിരുവനന്തപുരത്ത് ബിരുദ വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ, റൂംമേറ്റ് അറസ്റ്റ്. ദ കേസ് വാസ് സോ സിമ്പിൾ. എല്ലാ എവിഡൻസും ആ കുട്ടിക്കെതിരായിരുന്നു. പക്ഷേ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് ഒരു കൊല ചെയ്ത വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല അവൾക്ക്. യാതൊരു ഫീലിങ്സും കൂടാതെ കൊല ചെയ്തത് താനാണെന്ന് അവൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കൊല ചെയ്യാനുണ്ടായ സിറ്റുവേഷൻ, ഷീ വാസ് ഓൾവേസ് സൈലൻ്റ് അബൌട്ട് ദാറ്റ്. ആൻഡ് FIRലെ ക്രൈം സീൻ ഡിസ്ക്രിപ്ഷൻ, ഇറ്റ് വാസ് സോ സ്ട്രേഞ്ച്. ഒരു കൊലയുടെ യാതൊരു സിംറ്റംസും അതിൽ കണ്ടില്ല, ഈവൻ എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. അത് പോസിബിൾ ആണോ? ടു ബി ഹോണസ്റ്റ്, യെസ്. പക്ഷേ ഇവിടെ ഇറ്റ്സ് ടോട്ടലി ഇമ്പോസിബിൾ. ആ സംശയമാണ് എന്നെ ആ മുറിയിലെത്തിച്ചത്. ആൻഡ് ദെയർ ഐ ഗോട്ട് ദാറ്റ് ബാഡ് ഫീലിംഗ്. അവിടം തൊട്ടാണ് കാര്യങ്ങൾ തിരിയാൻ തുടങ്ങിയത്. കോളേജ് ടൈമിൽ ഞങ്ങൾ താമസിച്ച അതേ മുറി. ആൻഡ് ഐ ഫെൽറ്റ് എ സെൻസ് ഓഫ് ബാക്ക് ടു ഹോം. വല്ലാത്തൊരു സൈലൻസ് ആയിരുന്നു ആ മുറിക്ക്. ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാവാം. ആ സൈലൻസ് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത് ജനാലയ്ക്കപ്പുറത്തെ ആ വീട്ടിലേക്കാണ്, ആ കണ്ണുകളിലേക്ക്. ആരായിരുന്നു അത്? അവൾ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല, മുഖം അറിയില്ല. പക്ഷേ കണ്ണുകൾ, അതുമാത്രം എനിക്കറിയാം. അത് ഞാൻ എന്നും കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ കണ്ണുകളങ്ങ് മാഞ്ഞുപോയി. പിന്നീട് അവിടെ സംഭവിച്ചതൊന്നും അനസ് ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല. രാത്രിയിൽ അണഞ്ഞുകിടക്കുന്ന ബൾബുകൾ തെളിയുന്നു. സ്ത്രീകളുടെ ശബ്ദം, നീളമുള്ള മുടി, പല രൂപങ്ങൾ. പതിയെ എനിക്ക് മനസ്സിലായി, ആ കണ്ണുകൾ അതെന്നോട് സംസാരിക്കുകയായിരുന്നു. അന്നും അവൾ അതിനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. അർഹിക്കാത്ത മരണങ്ങൾ ലഭിച്ചവർ ആത്മാക്കളായി ഇവിടെ നിൽക്കുന്നു. അവർക്കും പറയാനുണ്ടാകും പകയുടെ, ചതിയുടെ, പ്രണയത്തിൻ്റെ കഥകൾ. അപ്പോൾ ഇതും കമ്മ്യൂണിക്കേഷൻ? ഷീ വാസ് ട്രൈങ് ടു സേ അബൌട്ട് ഹെർ എൻഡ്. ഇത് വായിച്ചപ്പോഴാണ് എനിക്കെല്ലാം ഓർമ്മ വന്നത്. സാർ 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 ആർ യു ഓക്കെ സാർ? താൻ ഈ ഹാലുസിനേഷൻ, ഹിപ്നോട്ടിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇറ്റ് ക്യാൻ ഡൈവേർട്ട് അവർ മൈൻഡ്.
സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ മുറി അതെന്നോടൊരു കഥ പറഞ്ഞു. ആൻ അൺയൂഷ്വൽ ക്രൈം സ്റ്റോറി. ആ ക്രൈമിൻ്റെ ഓരോ പോയിന്റും ചിത്രങ്ങൾ സഹിതം ഞാൻ കണ്ടു. അതിൽ കൊലയാളിയുടെ മുഖവും ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ കൊലയാളി? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഹൂസ് ദ കില്ലർ? അല്ല, ആരാണീ ഞങ്ങൾ?